ഇന്ന് നമ്മൾ വ്ളോഗിൽ കാണിച്ച ഗീ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ് കണ്ടപ്പോൾ ഗീ റോസ്റ്റിന്റെ റെസിപ്പി വേണമെന്ന്. അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ തട്ടുദോശ ചട്നി കോമ്പിനേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. ക്രിസ്പി ആയിട്ട് നല്ല ജീവനുള്ള ഒരു നെയ് റോസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുദോശയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരേ ഒരു ബാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആദ്യം കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ പച്ചരിയാണ്, നമ്മുടെ ഇഡ്ഡലി റൈസ് ഒന്നുമല്ല. അത് നമുക്കൊരു 2 കപ്പ് പച്ചരി എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ജയ റൈസ് ആണ് കേട്ടോ, വെള്ള അരിയാണ് ചേർക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഉഴുന്ന്, മുഴുവനോടുള്ള ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതും വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരി എന്ന് പറയുന്നത് സാബുനരി എന്നൊക്കെ പറയില്ലേ, അതാണ്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം പച്ചരിയിൽ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഉഴുന്നിലും വെള്ളം ഒഴിച്ച് അടച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉഴുന്നൊക്കെ വീർത്ത് വരുമ്പോഴത്തേക്കും വെള്ളം ഇല്ലാതായി പോകരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ ചൗവരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നമുക്കൊരു 5 to 6 hours ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ രാവിലെ വെച്ചതാണ്, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് ഇരിപ്പുണ്ട്. ഉഴുന്നൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മുടെ ചൗവരിയും നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ കുതിർത്തതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും ചൂടായി പോകാൻ പാടില്ല. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴായാലും ശരി, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴായാലും ശരി. അപ്പോൾ അത് അങ്ങനെ ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് ക്യൂബ് ഇടുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം. ഗ്രൈൻഡറിലാകുമ്പോൾ അങ്ങനെ ചൂടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ മിക്സിയിലല്ലേ ചെയ്യുന്നത്. ഐസ് ക്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചിരുന്നാലും മതി. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരയണം കേട്ടോ. നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പിന്നെ കുതിർത്ത് വെച്ച ചൗവരിയും ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം ഐസ് വാട്ടർ ഒഴിച്ചിരുന്നാലും മതി. ഒരു 5 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരുപാട് അങ്ങ് സ്മൂത്തായിട്ട് അരയ്ക്കരുത്. ഒരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരയ്ക്കുന്നത്. നമ്മൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കയ്യിൽ നമുക്കൊരു തരിതരിപ്പ് ഉണ്ടാവും. നമ്മളിപ്പോൾ പച്ചരി മാത്രമല്ലല്ലോ അരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരിയും കൂടെ അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും അങ്ങോട്ട് സ്മൂത്ത് ആവില്ല. അപ്പം ഈ ഒരു തരത്തിൽ എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ 2 മാവും ചൂടായിട്ടേ ഇല്ല കേട്ടോ. അത് പാകത്തിനാണുള്ളത്. റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അരച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഉഴുന്നരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തവി വെച്ചൊന്നും ഇളക്കണ്ട, കൈ വെച്ച് തന്നെ മിക്സ് ആക്കി എടുത്താൽ മതി. കൈ വെച്ച് അങ്ങനെ നന്നായിട്ട് വിരലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ പോയാൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ട് വരട്ടെ. കുറച്ച് സമയം എടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിൽ കൂടുതൽ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പം 2 ദിവസമൊക്കെ ഇരിക്കുന്ന മാവാണിത്. അപ്പോൾ അത് 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ആയി പോവാതെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ആദ്യം ഞാൻ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കട്ടെ. 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാട്ടോ. അതാണ് കുറച്ച് തണുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന മിക്സി പെട്ടെന്ന് ചൂടാവും. നല്ല പവറുള്ള മിക്സി ആണെങ്കിലും പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൂടായി പോകുന്ന പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ തണുത്ത തേങ്ങയോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. ചമ്മന്തി അരയ്ക്കുമ്പോഴും ഒട്ടും ചൂടാവാൻ പാടില്ല. അപ്പോൾ പണ്ടൊക്കെ കല്ലയിൽ വെച്ച് അരയ്ക്കുമ്പോൾ നല്ല സ്വാദുണ്ടാകുന്നല്ല, അത് ചൂടാവാതിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാത്തത് അതാണ് കേട്ടോ കാരണം. അതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം നല്ല തണുത്ത തേങ്ങയാണെങ്കിൽ ശകലം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഇത് വേണമെങ്കിൽ കടുക് വറുക്കാം, ഇല്ലാതെ ഉപയോഗിക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ മാവിന് പുളിയൊന്നും ഉണ്ടാവില്ല. നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ ഇന്ന് എടുക്കുകയുള്ളൂ. പകുതി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്കങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എപ്പോൾ ആവശ്യമുള്ളതിനടുത്ത് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് ഒന്നുമില്ല, കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മാവിൻ്റെ ആ ഒരു എത്ര കൺസിസ്റ്റൻസി അതിന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതപ്പോൾ ദോശക്കല്ല് അത്യാവശ്യം ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കണം. ഒരുപാട് ചൂടായാൽ നമുക്ക് നല്ല ഭംഗിയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ തീ ഓഫാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചിട്ട് ടെമ്പറേച്ചർ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം മാവ് ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതങ്ങ് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് പഴയ ദോശക്കല്ലാണ് കേട്ടോ. ഇപ്പം പരത്തുന്ന സമയത്തും ഇങ്ങനെ നമ്മൾ പരത്തി കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കും നടുഭാഗത്തൊക്കെ ഇങ്ങനെ വലിയ ഉണ്ടാവും, കുറച്ച് മാവ് കൂടിയിട്ടൊക്കെ ഇരിക്കും, അതങ്ങ് വേവാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ തവി കൊണ്ട് തന്നെ അതൊന്ന് ചുറ്റിച്ചൊന്ന് പ്രസ് ചെയ്തങ്ങ് പരത്തി അങ്ങ് എടുത്താൽ മതി. അങ്ങ് വലിയ ദോശയാക്കി അങ്ങ് എടുക്കാം. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മെൽറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ട് നമുക്കതെല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി അങ്ങ് കൊടുത്തിരുന്നാൽ മതി. അപ്പം എവിടെയെങ്കിലും മാവ് പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പരന്നോളൂ എല്ലായിടത്തോട്ടും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. ഇപ്പോൾ സൈഡിലൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീ അങ്ങ് കുറച്ച് വെക്കാം, വളരെ കുറച്ച് വെക്കാം. എന്നിട്ട് ആ കുറഞ്ഞ തീയിലിരുന്ന് ആയിക്കോട്ടെ. ഇപ്പം ഈ ഒരു സൈഡ് മാത്രം ബ്രൗൺ ആയിട്ടുണ്ട്. അത് നമ്മുടെ അടുപ്പിൻ്റെ ഒരു ഇതിനനുസരിച്ചിരിക്കുമല്ലോ. ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കൂടുതൽ ആയിട്ട് ആ ഭാഗം കുറച്ചുകൂടെ കൂടുതൽ പെട്ടെന്ന് ആവും, മറ്റേ സൈഡ് ആയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഈ ചട്ടുകം ഒന്ന് കയറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി അത് ആവണ്ട, ബാക്കിയുള്ള ഭാഗം ഒന്ന് ആയി വരട്ടെ. ഇതിപ്പം എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ ചട്ടുകം കയറ്റി വെച്ചുകൊണ്ട് അത് അനങ്ങിയിട്ടില്ല, ഇല്ലാതെ ആ ഭാഗം ഇപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. നമുക്കതിന് മടക്കിയെടുക്കാം. അപ്പം നമ്മുടെ നല്ല മൊരിഞ്ഞ ദോശയാണ്. നമുക്കിനി എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് തീയായി പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചൂടായിരിക്കും നമ്മുടെ ഈ ദോശക്കല്ലിന്. എന്നാൽ പോലും നമുക്കതൊന്ന് തുടച്ചു കൊടുക്കണം. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് തുടച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അധികം അങ്ങുള്ള ഒരു ചൂടങ്ങ് കുറഞ്ഞിട്ട്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ കണ്ടില്ലേ വെള്ളം തിളയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൽ അങ്ങനെ വെള്ളം തിളയ്ക്കാൻ പറ്റില്ല. ചൂടായിരിക്കുന്നതിൽ തണുത്ത വെള്ളം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തുടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എപ്പോഴും നെയ് റോസ്റ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചമ്മന്തിയും സാമ്പാറും. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് രണ്ടും ഉണ്ടാക്കും കേട്ടോ. സാമ്പാർ പിന്നെ ഉണ്ടാക്കിയാൽ ഉച്ചക്കത്തേക്കൊക്കെ കൂട്ടാലോ. ഇതാണ് നമ്മുടെ നല്ല മുരിഞ്ഞ ജീവനുള്ള നെയ് റോസ്റ്റ്. ഞാൻ ജീവനുള്ള നെയ് റോസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, ചില നെയ് റോസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല മുരിഞ്ഞിരിക്കും, പൊട്ടിയിരിക്കും. നമുക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇത് മൊരിച്ചിലും ഉണ്ടാവും, അതേസമയത്ത് നമുക്ക് കഴിക്കാൻ ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കതങ്ങ് മുറിച്ച് ചമ്മന്തിയിലും മുക്കണം, സാമ്പാറിലും മുക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം, കഴിക്കാം. അടിപൊളിയാട്ടോ. ശരിക്കും നല്ല മുരിഞ്ഞിട്ടുമുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ക്യാമറ വെച്ചോണ്ടാട്ടോ ഞാനൊരു ബൗളിലൊക്കെ വെച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ് റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതേപോലെ തന്നെ നമുക്ക് മുരിഞ്ഞിരിക്കുന്ന നെയ് റോസ്റ്റ് അല്ലാതെ ഒരു ചിക്കൻ കറി കൂട്ടി കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ 2 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ, അങ്ങറ്റം വരെ എത്തിക്കുന്നില്ല. ഒരു വെച്ചാൽ കുറച്ച് കട്ടിയായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ഒരുപാട് കട്ടിയല്ല, ഒരുപാട് തിന്നുമല്ല, ആ ഒരു തരത്തിൽ. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം, നല്ലെണ്ണ ആയാലും മതി. അപ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഒരുപാട് സമയം വെക്കണ്ട, തിരിച്ചിട്ട ഉടനെ തന്നെ നമുക്കിന്ന് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ദോശ കഴിക്കുന്നത് ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈസി ചിക്കൻ കറിയാണ്, അതായത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ അത് കൂട്ടി കഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണ് ദോശയും ചിക്കൻ കറി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊന്നും എനിക്ക് കഴിക്കാനേ പറ്റില്ല. അയ്യോ ഇതെന്താ ദോശയ്ക്ക് ആരെങ്കിലും ചിക്കൻ കറി കൂട്ടുമെന്നാണ്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപാര ടേസ്റ്റാണ്. പക്ഷെ അതിന് ഈ ഒരു തരത്തിലാണ് ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കാറ്. അതും അതേപോലെ തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ദോശയും ചിക്കൻ കറി. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് തട്ടുദോശയാണ്. സെയിം മാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പലതരം ദോശകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തട്ടുദോശ ഉണ്ടാക്കാനായിട്ടും ഞാൻ ആ മാവിലേക്ക് ഉപ്പ് ഡയറക്റ്റ് ഇട്ടതാണ് കേട്ടോ, വെള്ളം ചേർക്കാതെയാണ് ഇട്ടത്. അപ്പോൾ അത്രയും അങ്ങോട്ട് ലൂസ് ആവണ്ട, കാരണം അത് ഒലിച്ചു പോകും.
അപ്പോൾ ഇത് 4 എണ്ണം ഒരു ദോശക്കല്ലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് കഴിയും തട്ടുദോശ ഉണ്ടാക്കാനായിട്ട്. ഇതിന് പിന്നെ നമുക്ക് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒഴിച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതായിട്ടുണ്ട്. അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തട്ടുദോശ നമുക്ക് ചമ്മന്തി കൂട്ടിയിട്ടും സാമ്പാർ കൂട്ടിയിട്ടും ഒക്കെ കഴിക്കാം. ചിക്കൻ കറി കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു തട്ടുദോശ കോമ്പിനേഷനാണ്. അപ്പോൾ ദോശ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ചമ്മന്തി അരച്ചെടുക്കാം. തേങ്ങ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി 2 ചുവന്നുള്ളി, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുളകാണെങ്കിൽ അതായാലും മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. വെള്ളം എടുക്കുമ്പം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം എടുക്കണം. കാരണം നമ്മൾ ചമ്മന്തി ഇത് ചൂടാക്കാറില്ല. അപ്പോൾ ഇതിനകത്തോട്ട് മിക്സിയുടെ ജാറിലേക്കും കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അത് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാലും കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട്. അതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് 2 ഉണക്കമുളകും പിന്നെ 2-3 ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ട് ദോശ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ദോശ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, എന്നാൽ ഒട്ടും പുളിയില്ലാത്ത ദോശയാണ്. ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. അത് ആദ്യം ദോശ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചട്നി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അടുത്ത ദോശ വെക്കുന്നുണ്ട്. നമുക്ക് ചട്നി ഒഴിക്കാം. അങ്ങനെ എത്ര ദോശ ഒരാൾ കഴിക്കും അത്രയും വെച്ച് ചട്നി നന്നായിട്ട് ഒഴിച്ച് നല്ല കുതിർത്ത് ആണ് നമ്മൾ ഈ ഒരു ദോശ കഴിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുത്തശ്ശൻ പണ്ട് കഴിക്കുന്നതായിരുന്നു കേട്ടോ ഇങ്ങനെ. കാരണം മുത്തശ്ശന് അന്ന് പല്ലില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് വായിലിട്ട് അങ്ങ് ഒന്നും ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് ഇറങ്ങി പോകുമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്ത് വായം തുറന്ന് നിൽക്കുമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ. കാരണം ചട്നിയിൽ അങ്ങനെ കുതിർന്നിരിക്കുമ്പോൾ അത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം 6 ദോശ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് കുറച്ച് കൂടുതലൊക്കെ ചമ്മന്തിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ചട്നി വേണം കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ചൂടൊന്ന് ലൂസാക്കി എടുത്തിരുന്നാലും മതി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഒരുമിച്ച് കൂട്ടി അങ്ങ് എടുത്ത് കഴിക്കണം. ഞാൻ കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമുക്ക് ചവയ്ക്കേണ്ട ആവശ്യമില്ല, വായിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, ഇറങ്ങിപ്പോവും. പെട്ടെന്ന് കഴിയും, ഉണ്ടാക്കാനും പെട്ടെന്ന് കഴിയും, കഴിക്കാനും പെട്ടെന്ന് കഴിയും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുവരെയ്ക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് മുതൽ ജ്യൂസി തട്ടുദോശ വരെ ഒരു മാവ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 തരം ദോശകളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.